വളരെ ലളിതമായ കസവ്, കോടിമുണ്ടും വേഷം, വരവും കാത്ത് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അടങ്ങുന്ന വമ്പൻ താരനിര തന്നെ കാത്തിരിപ്പാണ്. രാഷ്ട്രീയ രംഗത്തെ VIP നിര വേറെയും. കനത്ത സുരക്ഷയിലായിരുന്നു ക്ഷേത്രനഗരിയിലേക്ക് നരേന്ദ്രമോദി എത്തിയത്. രാവിലെ കൃഷ്ണ കോളേജിൽ ഹെലികോപ്റ്ററിലെത്തിയ പ്രധാനമന്ത്രി 8 മണിക്ക് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇലക്ട്രിക് കാറിലാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. 8:45 ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഗുരുവായൂരപ്പന്റെ ദാരുശില്പവും ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. തുടർന്ന് കണ്ണന് മുന്നിൽ താമരപ്പൂ കൊണ്ട് തുലാഭാരവും നടത്തി. തുടർന്ന് വേഷം മാറിയ ശേഷമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ 1ാമത്തെ വിവാഹ മണ്ഡപത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് എത്തിയത്. മണ്ഡപത്തിലെത്തിയ പ്രധാനമന്ത്രിയാണ് വരണമാല്യം കൈമാറിയത്. വിവാഹശേഷം വധൂവരന്മാരെ ആശംസകൾ അറിയിച്ച മോദി തൊട്ടടുത്ത മണ്ഡപങ്ങളിൽ വിവാഹിതരായവരെയും അനുഗ്രഹിക്കാൻ മറന്നില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നടിയും BJP നേതാവുമായ ഖുശ്ബുവുമൊത്താണ് മോഹൻലാലും ഗുരുവായൂരിലെത്തിയത്. മമ്മൂട്ടിയും ദിലീപും നേരത്തെ തന്നെ വിവാഹവേദിയിൽ എത്തിച്ചേർന്നു. സംവിധായകൻ ഷാജി കൈലാസ്, നിർമ്മാതാവ് സുരേഷ് കുമാർ, മേനക സുരേഷ് തുടങ്ങിയ വൻനിര താരനിരയാണ് വിവാഹത്തിന് എത്തിച്ചേർന്നത്. താരങ്ങളുമായി കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വിവാഹവേദിയിൽ നിന്നും പോയത്. ഗുരുവായൂരിൽ നിന്നും മടങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തൃപ്രയാറിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. ഗുരുവായൂർ നഗരത്തിന്റെ സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ചോറൂണ്, തുലാഭാരം എന്നിവ നടത്തുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മുഹൂർത്ത സമയത്തിന് മാത്രം ചെറിയ മാറ്റം വരുമെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തുന്ന മോദി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അല്പനേരം വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. മോദി എത്തുന്ന ദിവസം 70ഓളം വിവാഹങ്ങളാണ് ഗുരുവായൂർ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു വിവാഹം മാത്രമാണ് വിവാഹ പാർട്ടിയുടെ ആവശ്യപ്രകാരം മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റുള്ള വിവാഹങ്ങൾ പുലർച്ചെ 5-നും 6-നും ഇടക്കും രാവിലെ 9-ന് ശേഷവുമാണ് നടത്തിയത്. ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്കും ചടങ്ങുകൾക്കുമൊന്നും തന്നെ സുരക്ഷയെ മുൻനിർത്തി മാറ്റമുണ്ടാകില്ലെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.